ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ഇന്ന് തന്നെ ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളുടെ CPIM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥി പട്ടിക കൂടി വരികയാണ്. 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ടെങ്കിൽ 5 മണിക്ക് MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനമുണ്ട്. CPI-യുടെ സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് തന്നെ വരുന്നു. ഓൾ സെറ്റ് എന്ന നിലയിലാണോ ഇടതുമുന്നണി ക്യാമ്പ്? അഭിലാഷ്, എല്ലാ ഒരുക്കങ്ങളും ഇടതുമുന്നണി ക്യാമ്പിൽ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളെല്ലാം തന്നെ പൂർത്തീകരിച്ച് അത് ജില്ലാ സെക്രട്ടേറിയറ്റിന് കൈമാറി പിന്നീട് അത് ഒരു തവണ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും എല്ലാം ചർച്ച ചെയ്ത് ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം CPI ആണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയവും നടത്തിയത്. പലയിടത്തും അവരുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ജില്ലാ സെക്രട്ടറിമാരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ആ പ്രചാരണമൊക്കെ തുടങ്ങിയ സ്ഥിതിയിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് CPIയെ സംബന്ധിച്ചിടത്തോളം ബാക്കി നിൽക്കുന്നത്. 4 മണിക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വം MN സ്മാരകത്തിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഒപ്പം തന്നെ CPM-ഉം എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആകപ്പാടെ ഇനി അവശേഷിക്കുന്നത് പാലക്കാട് സീറ്റിൽ മാത്രമാണ്. അതിൽ മാത്രമാണ് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൂടി പരിഗണിച്ച ശേഷം ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് പരിശോധിച്ച ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ CPM തയ്യാറെടുക്കുന്നത്. ഏതായാലും ഇന്നലെ കണ്ണൂരായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ന് രാവിലെ AKG സെന്ററിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. അവസാനഘട്ട കൂടിയാലോചനകൾ AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞിരുന്നത് തൊട്ടടുത്തുള്ള AKG പഠന ഗവേഷണ കേന്ദ്രം അവരുടെ പഴയ ആസ്ഥാനത്തായിരുന്നു. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഈ പുതിയ AKG സെന്ററിൽ നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വൈകുന്നേരത്തോടു കൂടി 4:30 കൂടി കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ ഒരുപക്ഷെ വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ VK പ്രശാന്ത് തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക. ഇവിടെ നിന്നായിരിക്കും റോഡ് ഷോ തുടങ്ങുക. മന്ത്രി V ശിവൻകുട്ടി ഒരുപക്ഷെ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. 5 മണിക്കാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുള്ളത്. എല്ലാ പേരുകളും പ്രത്യേകിച്ചും CPM മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ എല്ലാ പേരുകളും പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിന് തന്നെയാണ് CPM ഇപ്പോൾ നീക്കമെടുത്തത്. സാധാരണഗതിയിൽ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥികളെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രഖ്യാപിച്ചത് അവർക്ക് ഗുണമായിരുന്നു. ആ ഒരു കണക്കൂട്ടലിൽ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനാണ് CPM-ഉം LDF-ഉം ഇപ്പോൾ നീക്കമിടുന്നത്. CPM-ഉം LDF-ഉം ഇതാണ് ലക്ഷ്യമിടുന്നത്. എന്താണ് കോൺഗ്രസ് ക്യാമ്പിലെ വാർത്തകൾ, എന്താണ് BJP ക്യാമ്പിലെ വാർത്തകൾ ഞങ്ങളുടെ പ്രതിനിധികൾ നൽകും. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് CK വിജയൻ, എന്താണ് വടക്കൻ കേരളത്തിലെ വിശേഷിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയാനായി നമ്മോടൊപ്പമുണ്ട്. CK, സാധാരണയിൽ കവിഞ്ഞ് പൊട്ടിത്തെറികൾ ഇത്തവണ ഉണ്ടായ ജില്ലയാണ് കണ്ണൂർ എന്ന കാര്യമുണ്ട്. PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം, KK ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം, മട്ടന്നൂരിൽ നിന്ന് മാറ്റാൻ ഉള്ള തീരുമാനം, പയ്യന്നൂരിലെ CI മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വം തുടങ്ങിയവയൊക്കെ ഇടതുമുന്നണിയിൽ വലിയ തോതിൽ കനലുകളായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കീറാമുട്ടിയായി കണ്ണൂർ സീറ്റിൽ K സുധാകരൻ ഞാൻ മത്സരിക്കും ആവർത്തിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. K സുധാകരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാലേ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയൂ, കേരളത്തിലാകെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന പ്രശ്നം പോലുമുണ്ട്. അവസാനവട്ട ആലോചനകളിൽ എന്തൊക്കെ? K സുധാകരൻ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഏറ്റവും കൂടുതലായി വരുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് ചർച്ചകളെല്ലാം തന്നെ അവസാനിച്ച് കേൾക്കുന്നത്. ഒരുപക്ഷെ K സുധാകരൻ ആയും അദ്ദേഹം പറയുന്ന ഏതെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു നിർദ്ദേശമായി മുന്നോട്ട് വരും. പക്ഷേ മണ്ഡലം കമ്മിറ്റിക്ക് ഇവിടെ കൃത്യമായ തീരുമാനമുണ്ട്. ആ തീരുമാനം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തീരുമാനം ഏതായാലും അതിനനുസരിച്ചായിരിക്കും വരിക എന്നാണ് സുധാകരൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ വിശേഷങ്ങൾ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ധർമ്മടത്താണ്. നമുക്ക് കണ്ണൂരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം എന്ന പ്രാധാന്യം കണ്ണൂരിനുണ്ട്. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് മത്സരിക്കുന്നു എന്ന പ്രാധാന്യം പേരാവൂരിലുണ്ട്. പേരാവൂരിൽ KPCC പ്രസിഡന്റ് എതിരാളിയായി നിൽക്കുന്നത് KK ശൈലജയാണ്. നേരത്തെ മട്ടന്നൂരിൽ നിന്നും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച് നിയമസഭയിലെത്തിയ KK ശൈലജ ടീച്ചറാണ് പേരാവൂരിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ പയ്യന്നൂരാണ്. പയ്യന്നൂർ TI മധുസൂദനന് പകരമായി അല്ലെങ്കിൽ എതിരാളിയായി V കുഞ്ഞികൃഷ്ണൻ, അതേ പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന TI മധുസൂദനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന V കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി എതിരാളിയായി
ടി.ഐ. മധുസൂദനെതിരെ വരുമോ എന്നുള്ളതാണ് കണ്ണൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കണ്ണൂരിൻ്റെ തളിപ്പറമ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് CPM-ന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും പരസ്യമായും രഹസ്യമായും എല്ലാം തന്നെ എതിർപ്പുകൾ ഉയർന്നു. ആ എതിർപ്പുകൾ ശമിച്ചുവോ? അവിടെ സ്ഥാനാർത്ഥി നിശബ്ദ പ്രചരണങ്ങൾ പല സ്ഥലങ്ങളായി നടത്തുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള എതിർപ്പുകളെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുമോ? ഇത്തരത്തിലുള്ള വളരെ സങ്കീർണമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. തീർച്ചയായിട്ടും ഇത്തവണ അങ്ങനെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ. CPM-ലെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ കാലികമായ വിജയം CPM LDF നേടിയ ജില്ലയാണ്. 60,000 വോട്ടിന് മട്ടന്നൂരും, 50,000 വോട്ടിന് ധർമ്മടവും, ഏതാണ്ട് 50,000-അടുത്ത് വോട്ടിന് പയ്യന്നൂരും ജയിച്ച ജില്ലയാണ് കണ്ണൂർ. ആ ജില്ലയിൽ അനിതര സാധാരണമായ ചില കുഴപ്പങ്ങൾ തലവെക്കുന്നു എന്നുള്ളത് എത്രമാത്രം ഏതൊക്കെ നിലയിൽ ആവും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. വയനാട്ടിൽ നിന്ന് M. കമലുണ്ട്. വയനാട്ടിൽ കമൽ 3 നിയമസഭാ സീറ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു 3 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഒരു ഏകദേശ രൂപം ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്താണ് വയനാട്ടിൽ നിന്നുള്ള വാർത്തകൾ? അഭിലാഷ്, വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും ചിത്രം തെളിഞ്ഞിട്ടില്ല. നിലവിൽ സുൽത്താൻ ബത്തേരിയിൽ മാത്രമാണ് LDF-നും UDF-നും സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA IC ബാലകൃഷ്ണൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ LDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ IC ബാലകൃഷ്ണനോട് മത്സരിച്ച് പരാജയപ്പെട്ട MS വിശ്വനാഥൻ തന്നെയാണെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യം തീരുമാനമായത് സുൽത്താൻ ബത്തേരിയിൽ മാത്രമാണ്. കൽപ്പറ്റയിലാണെങ്കിൽ സിറ്റിംഗ് MLA T. സിദ്ദിഖ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉടനെ തീരുമാനം ആകുകയുള്ളൂ. മാനന്തവാടിയിൽ സിറ്റിംഗ് MLA ആയ മന്ത്രി OR കേളു LDF-ൽ നിന്ന് വീണ്ടും മത്സരിക്കും. പക്ഷേ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഉഷ വിജയൻ, അതുപോലെ മീനാക്ഷി രാമൻ എന്നീ 2 വനിതാ നേതാക്കളുടെ പേരുകളാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ്. എന്തായാലും 2 ദിവസം കൊണ്ട് ചിത്രം തെളിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ NDA-യുടെ സ്ഥാനാർത്ഥികളുടെയും ചില പേരുകളൊക്കെ ഉണ്ടെങ്കിലും അന്തിമമായ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് സൂചന. മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും ഈ തീരുമാനമായ സ്ഥാനാർത്ഥികൾ, മന്ത്രി OR കേളുവിന് വേണ്ടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന്റെ തൊട്ടു പിന്നാലെ വൈകിട്ട് 5 മണിക്ക് മാനന്തവാടിയിൽ റോഡ് ഷോ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ MS വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് റാലിയും വൈകിട്ട് സുൽത്താൻ ബത്തേരിയിൽ നടക്കും. ഇന്ന് തന്നെ ഈ തീരുമാനമായ സ്ഥാനാർത്ഥികളൊക്കെ രംഗത്തിറങ്ങുകയാണ്. അഭിലാഷ്, തീർച്ചയായിട്ടും സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നു. വയനാട്ടിൽ മത്സര ചിത്രം പൂർണ്ണമായിട്ടില്ല. അന്തിമമായി സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴേ അത് പൂർണ്ണമാകൂ. ആലപ്പുഴയാണ് മറ്റൊരു പൊളിറ്റിക്കൽ ഹോട്ട് സ്പോട്ട്. വിശേഷിച്ച് G. സുധാകരന്റെ കളം മാറ്റത്തോടുകൂടി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാവുകയാണ് ആലപ്പുഴ. രഘുനാഥ് നാരായണനുണ്ട്. രഘുനാഥ്, ഇന്നലെ നമ്മൾ CPM-ന്റെ ശക്തി പ്രകടനം VS അച്യുതാനന്ദന്റെ വസതിക്ക് മുമ്പിൽ നിന്ന് കണ്ടതാണ്. CPM-ന്റെ ആലപ്പുഴയിലെ എല്ലാമായിരുന്ന G. സുധാകരനെ CPM പ്രവർത്തകർ തള്ളിപ്പറയുന്നത് കണ്ടതാണ്. ഇനിമേലിൽ സഖാവെ എന്ന് വിളിച്ചു പോകരുതെന്ന് ജില്ലാ സെക്രട്ടറിയോട് പ്രവർത്തകർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ആ ആലപ്പുഴയിൽ കൗതുകമുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുന്നു. എന്ന് മാത്രമല്ല, UDF കുറച്ച് കാലമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹരിപ്പാട് ഒഴികെ പിന്നിൽ പോകുന്ന, അതല്ലെങ്കിൽ ജയിക്കാൻ കഴിയാതിരിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ തിരിച്ചുപിടിക്കുക എന്നുള്ളത്, ഭരണം പിടിക്കുക എന്നുള്ളതിൽ UDF-നെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഏറ്റവും വലിയ ഇമ്പാക്ട് യാതൊരു സംശയവുമില്ല G. സുധാകരന്റെ അമ്പലപ്പുഴയിലാണ്. മറ്റ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ? G. സുധാകരനോട് ആലപ്പുഴയിൽ വിസ്മയം സംഭവിപ്പിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF-നുള്ളത്. കാരണം അഭിലാഷ് പറഞ്ഞത് തന്നെയാണ്, കേരളം പിടിക്കണമെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 സീറ്റുകളെങ്കിലും UDF-ന് നേടണം. രമേശ് ചെന്നിത്തല മാത്രമാണ് ഹരിപ്പാട് നിന്നുള്ള UDF MLA. കഴിഞ്ഞ കുറച്ച് നാളുകളായി രമേശ് ചെന്നിത്തല മാത്രമാണ് ഹരിപ്പാട് നിന്നുള്ള MLA. ഇപ്പോൾ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് G. സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ അഭിലാഷ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ അവസാന വാക്കല്ല, പാർട്ടി ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന ആളാണ് G. സുധാകരൻ. G. സുധാകരൻ ഒരുപക്ഷെ എത്ര വലിയ CPM-ൽ നിന്ന്, CPM-ന്റെ കേഡർ പാർട്ടിയിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ G. സുധാകരന് വലിയ സ്വാധീനമുള്ള നേതാവ് തന്നെയാണ്. കുട്ടനാടും ചെങ്ങന്നൂരുമൊക്കെ അതിൻ്റെ ഒരു അലയൊലികൾ അടിക്കും എന്നുള്ളതാണ് UDF-ന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരിപ്പാട് മാത്രമാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും ചർച്ചകൾ നടക്കുകയാണ്. ഒരിടത്തും അങ്ങനെ ഒരു ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഡൽഹിയിൽ നിന്നായിരിക്കും തീരുമാനം ഉണ്ടാവുക. LDF വളരെ മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപനമില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെല്ലാം കളത്തിലുണ്ട്. സിറ്റിംഗ് MLA-മാരാണ് മത്സരിക്കുന്നത്.
6 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. 2 സീറ്റിൽ CPI, 1 സീറ്റിൽ NCP. അവിടെ എല്ലാവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ഔദ്യോഗികമായി പ്രചാരണം ആരംഭിച്ചില്ലെങ്കിൽ തന്നെയും തെരഞ്ഞെടുപ്പിലേക്കുള്ള കളത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അവരെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. യെസ്, അതാണ് ആലപ്പുഴയുടെ ചിത്രം. നേരത്തെ നമ്മൾ LDFിലെ 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്നു. UDFിനെ സംബന്ധിച്ച് എന്താണെന്ന് നോക്കണം. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, പുതുയുഗ യാത്രക്കിടെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും 1ാം റൗണ്ട് എന്ന ആത്മവിശ്വാസം UDFിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത് നടന്നിട്ടില്ല. ഇന്നിപ്പോൾ ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് വിഭജനം ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ ജോസഫ് ഗ്രൂപ്പുമായുള്ള ചർച്ചയാണ് അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്താതെ നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 1ാമത്തെ പട്ടിക എപ്പോൾ പുറത്തിറക്കാൻ കഴിയും? ഇന്ന് CPMന്റെ പട്ടിക വന്നാൽ നാളെ പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകില്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ ഉണ്ടാകും. ഇന്ന് വൈകുന്നേരമോ നാളെയോ എന്നുള്ളതാണ് രാവിലെ പറഞ്ഞിരുന്നതെങ്കിൽ നാളെ എന്നുള്ള കാര്യത്തിന് ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു. നാളെ ആദ്യഘട്ട പട്ടിക ഉണ്ടാകും. 50 പേരുടെ പേരുകൾ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഇതിൽ 31 പേരുടെ പേര് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അംഗീകരിച്ച പേരുണ്ട്. അപ്പോൾ ആ പേര് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. പക്ഷേ മിനിമം 50 പേരുടെ പേരെങ്കിലും ആയതിനു ശേഷം പ്രഖ്യാപനം എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആലോചന പോയിരിക്കുന്നത്. നാളെ എന്തായാലും 50 പേരുടെ പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സിറ്റിംഗ് സീറ്റുകളിൽ തൃപ്പൂണിത്തുറ, അതോടൊപ്പം തന്നെ പാലക്കാട് സീറ്റുകളിൽ ഒഴികെ സിറ്റിംഗ് MLAമാർ മത്സരിക്കുമെന്നുള്ളതായിരുന്നു ആദ്യ ധാരണയെങ്കിൽ ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്ന പട്ടികയിൽ പെരുമ്പാവൂർ കൂടി ഒഴിച്ചിടുകയാണ്. ആ സീറ്റ് കൂടി ഒഴിവാക്കിയുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ കാര്യത്തിലും ഈ ആദ്യ പട്ടികയിൽ പെരുമ്പാവൂർ കൂടി ഉൾപ്പെടുമോ, എൽദോസ് കുന്നപ്പള്ളി തന്നെ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. മനോജ് മുത്തേട മത്സരിക്കട്ടെ എന്നുള്ള നിലപാടാണ് ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുന്നപ്പള്ളി മാറി നിൽക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലീഗുമായുള്ള സീറ്റ് വെച്ചുമാറ്റ ചർച്ചകളടക്കം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസുമായുള്ള ചർച്ചയാണ് എങ്കിൽ 4 സീറ്റാണ് കോൺഗ്രസ് ചോദിച്ചത്. കുട്ടനാട്, കാഞ്ഞിരപ്പള്ളി, അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകൾ ചോദിച്ചു. പക്ഷേ അത് കിട്ടില്ല എന്ന് PJ ജോസഫ് തുടക്കത്തിൽ തന്നെ നിലപാടെടുത്തിരുന്നു. അതിൽ 2 സീറ്റുകൾ ഏറ്റുമാനൂരും അതോടൊപ്പം തന്നെ ഇടുക്കി സീറ്റും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോൺഗ്രസിന് വിട്ടു നൽകും. ഇടുക്കിയിൽ ആര് UDF സ്ഥാനാർത്ഥിയാകും, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിലെ ചർച്ചകളിലേക്കും കോൺഗ്രസ് ഇപ്പോൾ കടന്നിട്ടുണ്ട്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, ജോയി വെട്ടിക്കുഴി അടക്കം മുൻ DCC അധ്യക്ഷൻ റോയ് കെ പോലോസ് അടക്കമുള്ള ആളുകളുടെ പേരാണ് പ്രധാനമായും അവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു അനീഷിൻ്റേത് അടക്കമുള്ള പേരുകളും ചർച്ചയിൽ സജീവമായി തന്നെ നിൽക്കുന്നു. അത്തരത്തിലാണ് ഇടുക്കിയിലെ കാര്യം പോകുന്നതെങ്കിൽ ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കിൻ്റെ പേര് മുൻനിർത്തിയുള്ള ചർച്ചകളാണ്. ഈ ഏറ്റെടുക്കുന്ന സീറ്റിൽ അത്തരത്തിലുള്ള ചർച്ചകളാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് നീക്കുന്നത്. ആ ചർച്ചകളിലേക്ക് എന്തായാലും കടന്നിട്ടുണ്ട്. UDFിലെ സീറ്റ് കോൺഗ്രസിന് തന്നെ എന്തായാലും ഉറപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉഭയകക്ഷി ചർച്ചകളും അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ നേരമില്ല. പുതുയാത്രയ്ക്കിടെ ആദ്യ പട്ടിക എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവസാനത്തോട് അടുത്തപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മതി ഈ പട്ടിക പ്രഖ്യാപനം എന്നുള്ള നിലപാടിലേക്ക് നേതൃത്വം ഒന്നടങ്കം എത്തുകയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവ് ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാത്തത്. അല്ല എങ്കിൽ സിറ്റിംഗ് MLAമാരുടെ അടക്കമുള്ള കുറച്ച് പേരുകളും അതോടൊപ്പം തന്നെ സംവരണ സീറ്റുകളിലെ ചില പേരുകളുമൊക്കെ ആദ്യം പ്രഖ്യാപിക്കാനൊരു നീക്കമുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ നേതൃത്വം പിന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ നാളെ ഡൽഹി കേന്ദ്രീകരിച്ചാവും വീണ്ടും ആരംഭിക്കാൻ പോകുക. അതിൽ K. സുധാകരൻ്റെ കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു ജില്ലയായി നമ്മളുള്ള തിരുവനന്തപുരം ജില്ല മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ KS ശബരിനാഥൻ അതോടൊപ്പം തന്നെ VS ശിവകുമാർ രണ്ടുപേരും ഒരുപോലെ ശ്രമിക്കുന്നു അരുവിക്കരയ്ക്കായി. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം CP ജോണിന് വിട്ടു നൽകാനൊരു തീരുമാനം UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ CP ജോൺ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ UDFിൻ്റെ ഘടകകക്ഷി സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. അവിടം ആഗ്രഹിച്ചിരുന്ന VS ശിവകുമാറും ശബരിക്കും മറ്റു സാധ്യതകൾ തേടേണ്ടി വരികയാണ്. ശബരി മുൻപ് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്, ഒരു വട്ടം പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ് അരുവിക്കര. ശബരിക്ക് കൃത്യമായി തന്നെയുള്ള സ്വാധീനം ആ മേഖലയിലുണ്ട് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അങ്ങനെ ശബരിയെ അരുവിക്കരയിൽ പരിഗണിക്കുന്നു. VS ശിവകുമാറാണെങ്കിൽ മുൻ MP എന്നുള്ള പ്രവർത്തന പരിചയവും അതോടൊപ്പം തന്നെ DCC അധ്യക്ഷൻ എന്നുള്ള പ്രവർത്തന പരിചയവും അവിടുത്തെ ബന്ധങ്ങളുമെല്ലാം വോട്ടായി മാറുമെന്ന് മറ്റൊരു വിഭാഗം നേതാക്കളും പറയുന്നു. അങ്ങനെ 2 പേരുടെ പേരുകളും അവിടെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. MMSന്റെ പേരൊക്കെ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ 2 പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ കീറാമുട്ടിയായി നിൽക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് വാമനപുരമാണ്. വാമനപുരത്ത് സുധീർ ഷാ പാലോടിൻ്റെ പേരാണ് സജീവ ചർച്ചയിലുള്ളത്. അതോടൊപ്പം തന്നെ പാലോട് രവിയുടെ പേരും ചർച്ചയിലേക്ക് കടന്നു വരുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ വാമനപുരത്ത് മത്സരിക്കുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഒരു അപ്രതീക്ഷിത എൻട്രി അത്തരത്തിലുണ്ടാകുമോ എന്നുള്ളതാണ് വാമനപുരത്ത് അറിയേണ്ടത്.
പ്രധാന പേരുകൾക്കൊക്കെ അപ്പുറത്തേക്ക് മുന്നണികൾ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ നിർദ്ദേശിച്ച പേരുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു അപ്രതീക്ഷിത മുഖം, ഒരു പുതുമുഖ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എത്തുമോ എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടത് ഇനിയിപ്പോൾ ഡൽഹിയിലാണ്. പാറശാല, അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര അടക്കമുള്ള സീറ്റുകളിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പല പേരുകളും ചർച്ച ചെയ്യപ്പെടുന്നു. കാട്ടാക്കടയിൽ MR ബൈജുവിൻ്റെ പേരിന് ഒരു മുൻതൂക്കമുണ്ട് എന്ന് പറയുമ്പോഴും അന്തിമ തീരുമാനം CSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി കൂടി അംഗീകരിക്കുന്നതോടെ ഒരുപക്ഷെ ബൈജു അവിടെ സ്ഥാനാർത്ഥിയായി വന്നേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. കഴക്കൂട്ടം സീറ്റിൽ ഇതുവരെയും ജയസകലിൻ്റെ പേര് മുൻനിർത്തിയുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുവെങ്കിലും ആ കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം, ഒരു അവസാനഘട്ട തീരുമാനം എന്നുള്ള നിലയ്ക്ക് പറയാൻ ആയിട്ടില്ല. അതിൽ തന്നെയാവും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വർക്കലയിലാണെങ്കിൽ വർക്കല കഹാറും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായിരുന്ന SS ലാലും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു. ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ശിവഗിരി മഠത്തിൻ്റെ ഒരു നിലപാട് നിർണായകമാകും. SS ലാലിൻ്റെ അടക്കമുള്ള ചില പേരുകൾ മഠം എഴുതി രാഹുൽ ഗാന്ധിയുടെ കൈവശം രാഹുൽ ഗാന്ധി മഠം സന്ദർശിച്ച സമയത്ത് നൽകിയിരുന്നു. അപ്പോൾ അത്തരം ഒരു ഘടകങ്ങളെല്ലാം കോൺഗ്രസിൽ ഇനിയും ചർച്ചകൾക്ക് സ്കോപ്പുണ്ട് എന്നാണ് പറയുന്നത്. ശിവഗിരി മഠത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും 18 പേരുകൾ എഴുതി നൽകി എന്ന് ശിവഗിരി മഠത്തിന്റെ അധ്യക്ഷൻ തന്നെ സച്ചിദാനന്ദ സ്വാമി തന്നെ പറയുന്നത്. കുറച്ച് കൗതുകത്തോടെയാണ് രാഷ്ട്രീയ കേരളം കേട്ടത്. BJPയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാനെന്ന് തോന്നുന്നു. കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ നേതാക്കളുമായി അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടത്തുന്നുണ്ട്. നമുക്ക് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ ആദ്യഘട്ട ലിസ്റ്റ് എന്ന് പ്രതീക്ഷിക്കാം? അഭിലാഷ്, ആദ്യഘട്ട BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക മറ്റന്നാൾ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. കാരണം BJP പാർലമെന്ററി ബോർഡിന് മുൻപാകെ ചർച്ചകളൊക്കെ പൂർത്തിയായതാണ്. പക്ഷേ ഒരു ഘട്ട ചർച്ച കൂടി നടക്കേണ്ടതുണ്ട്. അതിന് കാരണം NDAയുടെ സ്ഥാനാർത്ഥികൾ, NDAയുടെ മറ്റ് ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് കൊടുക്കണം, ഏതൊക്കെ സീറ്റിലായിരിക്കണം അവർക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടത് എന്നെ സംബന്ധിച്ച ചില ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും എറണാകുളത്തൊക്കെ ഈ 2020 മത്സരിക്കുന്ന ചില സീറ്റുകൾ സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ എറണാകുളത്താണുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ഇതിനു പുറമെ BJP ഇത്തവണ ഈ തന്ത്രപരമായി ആലോചിക്കുന്നത് UDFും LDFും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിട്ടു കഴിഞ്ഞാൽ ചില അസംതൃപ്തർ പുറത്തു വരുമെങ്കിൽ, BJP നോട്ടമിടുന്ന ചില അസംതൃപ്തർ ഉണ്ടാകുമെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാം എന്നത് മാത്രമല്ല, ഈ ചില BJPക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ BJP ചില നീക്കങ്ങൾ, അതായത് ഈ രണ്ട് മുന്നണികൾക്കും തലവേദന ഉണ്ടാകുന്ന സ്ഥാനാർത്ഥിയെ ഇടാൻ സാധിക്കുമോ അല്ലെങ്കിൽ വേണ്ടി വരുമോ എന്നതെല്ലാം ആലോചിക്കുന്നുണ്ട്. അതിന് പ്രധാനമായും BJP ഈ A ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്ന അല്ലെങ്കിൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ UDF, BJP, CPM അതിനെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ പരമാവധി BJPയുടെ വോട്ട് പിടിക്കാൻ, വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇടണം എന്ന അല്ലെങ്കിൽ അത്തരം ഒരു ആലോചന തന്നെയാണ് നേരത്തെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം കൂടിയാലോചനയ്ക്ക് കൂടി വേണ്ടിയാണ് 2 ദിവസത്തേക്ക് കൂടി സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 30 പേരുടെ 30 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും. അപ്പോഴും ചില മണ്ഡലങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മത്സരിക്കുന്നത്. കഴക്കൂട്ടത്ത് V മുരളീധരനും വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയും മത്സരിക്കും. ഇവരെല്ലാവരും തന്നെ അതാത് മണ്ഡലങ്ങളിൽ ചുവരെഴുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥാനാർത്ഥികളും. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ തന്നെയാണ്. പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ, മലമ്പുഴയിൽ C കൃഷ്ണകുമാർ. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ ഏറെക്കുറെ വ്യക്തമായ ചിത്രം ഇപ്പൊ ചിറയിൻകീഴ് GS ആശാനാഥ്, തിരുവനന്തപുരം നഗരസഭയിലെ ഡെപ്യൂട്ടി മേയറാണ്. ആശാനാഥനെയാണ് കഴിഞ്ഞ വർഷവും 2021 അവിടെ പരിഗണിച്ചത്. മാത്രമല്ല അവിടെ 2021 ആശാനാഥ് 30,000-ഓളം അടുത്ത് വോട്ടും പിടിച്ചതാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ BJP മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് ചിറയിൻകീഴ്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ പാലായിൽ ഷോൺ ജോർജും പൂഞ്ഞാറിൽ PC ജോർജും തന്നെയായിരിക്കും. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. തിരുവല്ലയിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും, തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ. നേരത്തെ തന്നെ അവിടെ ചുവരെഴുത്ത് തുടങ്ങിയത് മാത്രമല്ല, പത്മജ വേണുഗോപാൽ താൻ അവിടെയാണെങ്കിലേ മത്സരിക്കുന്നുള്ളൂ എന്ന കാര്യം പരസ്യമായി തന്നെ പറഞ്ഞതുമാണ്. മണലൂരിൽ KK അനീഷ് കുമാർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ വിജയത്തിന് വേണ്ടി വലിയ പ്രയത്നം നടത്തിയ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ മണലൂരാണ് KK അനീഷ് കുമാർ നൽകുന്നത്. കാസർഗോഡ് MN അശ്വിനി, തലശ്ശേരിയിൽ AP അബ്ദുള്ളക്കുട്ടിയുടെ പേര് തന്നെ ആയിരിക്കുമെന്ന തരത്തിലുള്ള ഇതാണ് ഏകദേശം വ്യക്തമായ ചിത്രം. അപ്പോഴും BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ നേടാനാകുമെന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷനെല്ലാം പറയുന്നത്. ഒരു മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടില്ല. BJPക്ക് ഒരു
നിർണായക സ്വാധീനമാകാൻ സാധിക്കുമെന്നതാണ്. അപ്പോഴും BJP കണക്ക് കൂട്ടുന്നത് 5 മുതൽ 10 സീറ്റ് വരെ നേടാൻ സാധിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടാർഗറ്റുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. കാരണം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിട്ടുകൊണ്ട് നൽകിയത് 10,000 വാർഡും 25% വോട്ടും എന്നതായിരുന്നു. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. മാത്രമല്ല വോട്ട് ശതമാനം വളരെ പിന്നോട്ട് പോവുകയും ചെയ്തു, 15% താഴേക്ക് പോയി. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 19.2% വോട്ട് നേടാൻ സാധിച്ചിടത്തുനിന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വോട്ട് ശതമാനം കുറഞ്ഞത്. അപ്പോൾ വോട്ട് ശതമാനമല്ല, നേട്ടം വേണം, സീറ്റ് വേണം എന്നതാണ്. അപ്പോൾ സീറ്റിലാണ് BJP ലക്ഷ്യമിടുന്നത്, വോട്ട് ശതമാനം എന്നതല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് നേടേണ്ടതുണ്ട്. നേമത്തെ 2021 തെരഞ്ഞെടുപ്പിൽ പൂട്ടിപ്പോയ അക്കൗണ്ട് തുറക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ BJP ലക്ഷ്യമിടുന്നത് 8 മുതൽ 10 സീറ്റ് വരെ വിജയിക്കണമെന്നതാണ്. അതിലൂടെ മറ്റ് മുന്നണികൾക്ക് ഭൂരിപക്ഷം കിട്ടില്ല. ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ എന്നാണ് പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പട്ടിക, അതായത് ഉറപ്പായ സ്ഥാനാർത്ഥികളുടെ പട്ടിക മറ്റന്നാൾ വന്നേക്കും. സമ്പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നമ്മൾ 2, 3, 4 ഒരു പക്ഷേ 5, 6 ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം സമ്പൂർണ്ണമായി ചിത്രം തെളിയാൻ. എന്തായാലും ഇതാ ഇപ്പോൾ 2:30 കൃത്യമായിരിക്കുന്നു. ഇനി 1.5 മണിക്കൂറിന്റെ ദൂരമാണുള്ളത്. 1 മണിക്കൂറും 30 മിനിറ്റും. കൃത്യം 4 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം ആരംഭിക്കും. അപ്പോഴറിയാം തീയതികൾ.